കണ്ടില്ല, നല്ല ഡിഫറെൻ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കൈയും കഴുത്തും കൊണ്ട് നോക്കി മനസ്സിലാവും പോലെ ഫേസും കൈയും ഒരേ കളറാണ്. കഴുത്തൊരു വേറൊരു കളർ കണ്ടില്ലേ. നമ്മുടെ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ. ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇത് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നിറം വരുത്താനും വെയിൽ കൊണ്ടിട്ടുള്ള ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറാനും പഴകിയിട്ടുള്ള ടാൻ ഉണ്ടല്ലോ, കുറേ വെയിലൊക്കെ കൊണ്ട് ആ കറുത്ത് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ രണ്ട് സൈഡ് രണ്ട് കളറൊക്കെ വരാറുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ആക്കണം. ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുള്ളായി കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണാൻ ശ്രമിക്കുക കേട്ടോ. പുതിയ കൂട്ടുകാരെ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ മാറിയിട്ട് ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല നിറം വരുത്താനും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ല ബ്രൈറ്റ് ആക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് പോയാലോ. ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഇതുപോലെ ഒരു പാത്രം എടുക്കുക കേട്ടോ. നമുക്ക് ഒന്ന് കുറുക്കി എടുക്കണം. ആദ്യം പാലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എങ്ങനത്തെ പാത്രം ഉള്ളത് അത് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ പാൽ ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തണുപ്പിച്ച പാലാണ്, കാച്ചിയെടുത്ത പാലുണ്ടല്ലോ അതൊന്നല്ല, തണുത്ത പാലാണ്, കാച്ചാത്ത പാലാണ് കേട്ടോ. അത് ഒരു ഏകദേശം നമുക്ക് പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു ഗ്ലാസ് അര ഗ്ലാസോളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ആക്കേണ്ടതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട്. ഏകദേശം ഒരു അര ഗ്ലാസ് കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കേണ്ടതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചിയ സീഡ്സാണ്. അത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് കഴിക്കാനും നല്ലതാണ്, ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനും നല്ലതാണ്. വെയിറ്റ് ലോസ് കുറയാൻ ഇത് കഴിക്കും എല്ലാവരും, അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി കസ്തൂരി മഞ്ഞൾ പൊടി ഇല്ലെങ്കിലും ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കറിക്ക് ഉപയോഗിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടി മാത്രം ആകരുത് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തിട്ട് നമുക്ക് നല്ലൊന്ന് കുറുക്കിയിട്ടെടുക്കണത്. ഈ പാക്ക് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കി എടുത്ത് വെച്ച് സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഒരു 1 വീക്ക് വരെയൊക്കെ നമുക്കിത് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ആദ്യം ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കുറുക്കിയിട്ട് നല്ല ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിന് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത്രയും നല്ല വെള്ളം പോലെയാണല്ലോ ഇത് നല്ല കുറുക്കിയിട്ട് നല്ല തിക്നെസ്സോടുകൂടി ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അത് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് ഇത് വറ്റി കിട്ടും. ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ഒന്ന് വറ്റിച്ച് കൊടുക്കാൻ. നല്ല തീ നല്ല കത്തിച്ച് കൊടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കട്ട പിടിക്കാൻ പാടില്ല. കട്ട പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രൂപമാക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു ഇതാണ് കേട്ടോ. ഈ നമ്മുടെ ഫ്ലാക്സ് സീഡല്ല, ഈ ചിയ സീഡ്സൊക്കെ വന്നിട്ട് നല്ലവണ്ണം ഒന്ന് വെന്ത് വരണം. അപ്പം എന്നിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലൊന്ന് ചൂടാറണം കേട്ടോ. ചൂടാറുന്നവർക്കൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ നല്ല ഇങ്ങനെ മണി പോലെ കിടക്കുന്നുണ്ട്. അത് ഫ്ലാക്സ് സീഡല്ല, സോറി, ചിയ സീഡ്സാണ് കേട്ടോ. എനിക്ക് വായിൽ വെറുതെ ഫ്ലാക്സ് സീഡ് എന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് ചിയ സീഡ്സാണ്, ഫ്ലാക്സ് സീഡല്ല. എന്നിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ചൂടാറിയ ശേഷം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് മാത്രം. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും. അല്ലാത്തവർ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഡെയിലി ഉണ്ടാക്കിയിട്ട് യൂസ് ആക്കാം. അല്ലാണ്ട് പുറത്ത് പോകുന്നവരാണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ആക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ചൂടൊക്കെ നല്ല ആറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയ ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ചൂടാറാത്ത മുന്നേ മുഖത്തൊക്കെ വാരി തേച്ച് കഴിഞ്ഞിട്ട് മുഖമൊക്കെ പൊള്ളിപ്പോയിട്ട് ഇനി എന്നെ പറയരുത്. അപ്പോൾ ചൂടാറിയ ശേഷം മാത്രം യൂസ് ആക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ ഐറ്റംസും കൂടി ചേർത്താനുണ്ട്. ഓട്സ് ആണ് കേട്ടോ. ഓട്സ് പൊടിച്ചാണ് ചേർക്കേണ്ടത്. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എന്നല്ല, നമുക്ക് പാക്കിന് ആവശ്യമായത് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ലൂസാവാനും കട്ടിയാവാനും മറ്റു പെട്ടെന്ന് ലൂസ് ആവില്ല. എന്താ വെച്ചാൽ ഇതിൽ ചിയ സീഡ്സ് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് ലൂസ് ആവില്ല. അത് നല്ലവണ്ണം അങ്ങനെ ഇതായി വരുന്നതാണല്ലോ, വീർത്ത് വരുന്ന സാധനമാണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ലൂസാകാൻ സാധ്യതയില്ല. അപ്പോൾ കുറച്ചിങ്ങനെ ടൈറ്റിൽ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഓട്സ് പൊടിച്ചത് അല്ലെങ്കിൽ അരിപ്പൊടി, നമ്മുടെ മസൂർ ദാലിൻ്റെ പൗഡർ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഫേസും കഴുത്തും ഒക്കെ വാഷ് ചെയ്യുക. എന്നിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റാകും, നിറവും വരും. അതുപോലെ തന്നെ കളറൊക്കെ മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കാൻ സഹായിക്കും. എത്ര പഴകിയ സൺ ടാൻ ആണെങ്കിലും കരിവാളിപ്പാണെങ്കിലും എല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ആദ്യം എൻ്റെ കയ്യിലാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാം ഇങ്ങനെ മണിമണിയായിട്ടുണ്ടാകും കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഇതുണ്ടാകും കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാകും. നല്ല രസമായിരിക്കും കേട്ടോ. രസം പറഞ്ഞാൽ ആരും വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല അതിൽ തൊടുന്ന സമയത്ത് ആ കയ്യിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു നല്ലൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. നല്ലൊരു സുഖം ചേർന്നൊരു ഫീൽ തോന്നും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മൊത്തം അപ്ലൈ ചെയ്യണം കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് വെച്ചാൽ മതിയാകും. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ കയ്യിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസും കഴുത്തൊക്കെ നല്ല വാഷ് ചെയ്യുക. എന്നിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു സൈഡ് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഒരു സൈഡ് നമുക്ക് നിങ്ങൾ കാണിച്ചു തരാനും ഒരു സൈഡ് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരു സൈഡ് ഞാൻ ഡിഫറൻറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2 സൈഡും ഫുള്ളായി തേക്കുന്നില്ല. ഒരു സൈഡ് മാത്രമേ തേക്കുന്നുള്ളൂ. അപ്പം ഒരു സൈഡ് ഫുള്ളായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിന് അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ കളറും ഈ ഫേസിൻ്റെ കളറും കൂടി നോക്കി നമുക്ക് മനസ്സിലാകും. ഡിഫറൻറ്റ് നല്ല മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് ഒരുപാട് ഡ്രൈ ആവാതെ വേണം കഴുകിക്കളയാൻ. അല്ലെങ്കിൽ തുടച്ച് കളയാൻ പറ്റില്ല. തുടച്ച് കളഞ്ഞാൽ നമുക്കത് കഴുകിക്കളയേണ്ടി വരും. അപ്പോൾ ഒരു 15 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുടച്ച് കളയാം അല്ലെങ്കിൽ കഴുകിക്കളയാം. അപ്പോൾ റിസൾട്ട് നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ പാടില്ല. ഒരുപാട് ഡ്രൈ ആവണ മുമ്പ് തന്നെ നമുക്ക് കഴുകിക്കളയണം. അപ്പോൾ നമുക്കൊന്ന് കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടറിൽ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അപ്പം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് കഴുകിക്കളയാം. എന്നാലും നിങ്ങൾക്ക് ആ റിസൾട്ടിനെ പറ്റിയിട്ട് അറിയുള്ളൂ. കഴുകിക്കളയണ്ട കേട്ടോ. ഈ എന്താണ് കസ്തൂരി മഞ്ഞളുടെ കളറൊന്നും പിടിക്കില്ല കേട്ടോ. ചില ആൾക്കാർ മഞ്ഞ കളറാകുമെന്നൊക്കെ ചോദിക്കും. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പൊടിയാണെങ്കിൽ കളറാവില്ല. അല്ലാത്തതാണെങ്കിൽ കളർ പിടിക്കും. ഇത് നല്ല ഒറിജിനൽ ആയതുകൊണ്ട് ഫേസിൽ കളർ പിടിക്കില്ല കേട്ടോ. അപ്പോൾ കയ്യിൽ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്.
കൈത്തെ റിസൾട്ടും കാണിച്ചു തരാം. കൈയും കഴുത്തും നമ്മുടെ ഫേസും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും കളറ് വരിക. പിന്നെ കൈയും കഴുകിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കൈ കഴുകിക്കളഞ്ഞതില്ല, കയ്യിൽ അപ്ലൈ ചെയ്ത് കഴുകിക്കളഞ്ഞിട്ടുണ്ട്. കൈയിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. 2 കൈയും കൂടി വെച്ചിട്ട് കാണിച്ചു തരാം. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ വാശിയായിട്ടുള്ള റിസൾട്ടാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. എൻ്റെ കഴുത്തും ഈ ഫേസും കൂടി നോക്കിയാൽ മതിയാവും. ഞാൻ വേറെ ഒന്നും ഫേസിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഫൗണ്ടേഷനോ ക്രീമോ പൗഡറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സാധാരണ നോർമൽ ഫേസാണ്. ഇത് കണ്ടില്ലേ, ഈ കഴുത്തും ഈ ഫേസും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ കൈയിൻ്റെയും ഫേസിൻ്റെയും കളറും ഒരുപോലെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ല, നല്ല ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കൈയും കഴുത്തും കൊണ്ട് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ഫേസും കൈയും ഒരേ കളറാണ്. കഴുത്തൊരു വേറൊരു കളർ. കണ്ടില്ലേ, നമ്മുടെ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നല്ല സ്കിന്ന് വന്നിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഒരു കളർ കിട്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കളറാണ് കിട്ടിയിട്ടുള്ളത്. ആ ഇൻസ്റ്റൻ്റ് കളർ നമുക്ക് എന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് ആക്കാം. ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ ആ കളർ എന്ന് നിലനിൽക്കുന്നതാണ് ആയിരിക്കും. എപ്പോഴെങ്കിലും യൂസ് ആക്കുകയാണെങ്കിൽ ആ കളർ പോയി കിട്ടും. ഒരു പ്രാവശ്യം യൂസ് ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ മാറിയിട്ട് ഫേസ് നല്ല ബ്രൈറ്റായി വെക്കാനും ഗ്ലോ ആയി വെക്കാനും നല്ല തിളക്കത്തോടെ ഇരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. പഴയ നമ്മുടെ ടാനൊക്കെ അടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും കറുത്ത പാടുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടിപൊളി പാക്കാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പാക്കും കൂടിയാണ്. ഈ സിയാറ്റ് സീഡ്സ് വന്നിട്ട് നമുക്ക് എല്ലാവിടേക്കും എല്ലാവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് പൈസ ഒന്നും കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ചെറിയ ചീപ്പ് റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്കിനി നല്ല നല്ല വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ടാറ്റ, ബൈ, താങ്ക് യു.